എം.ടി. വാസുദേവൻ നായർ. രണ്ടാം ഊഴം. ഭാഗം 16. മയന്റെ കരവിരുത് കൊണ്ട് എന്നും ദേവസഭകളോട് മത്സരിക്കുമെന്ന് പറഞ്ഞുണ്ടാക്കിയ മണ്ഡപം. നീലക്കല്ലുകൾ പാകിയ സ്ഥലങ്ങൾ ജലാശയങ്ങളാണെന്ന് തോന്നി. ദുര്യോധനൻ പരിഹാസ്യനായ മണ്ഡപം. രാജസൂയ സദസ്സിൽ വെണ്ണക്കല്ലുകളിൽ ചോര ചിതറിത്തെറിച്ചുകൊണ്ട് സ്ഥലബലി സമ്പൂർണമായ നാളുകൾ പറയാറുള്ളത് ഇതിനെപ്പറ്റിയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സഭയുടെ പ്രസിദ്ധി 8 ദിക്കിലും പരന്നിരുന്നു. ഹസ്തിനപുരത്തേക്കുള്ള യാത്രയ്ക്ക് മറ്റുള്ളവർ ഒരുങ്ങുകയായിരുന്നു. തനിയെ സഭാമണ്ഡപത്തിൽ നിന്നപ്പോൾ അവിടെ നടമാടിയ രംഗങ്ങൾ ഞാൻ ഓർമ്മിച്ചുപോയി. അസൂയ മറച്ചുപിടിച്ച് സഭ കാണാൻ പരിചാരകരുടെ കൂടെ ദുര്യോധനൻ നടന്നപ്പോൾ ജലവും സ്ഥലവും തിരിച്ചറിയാതെ വിഷമിച്ചു. കണ്ടുനിന്നവർക്കെല്ലാം പരിഹസിച്ചു ചിരിക്കാൻ വക കിട്ടി. ആ അമർഷം ഇപ്പോഴും അയാൾ ഉള്ളിൽ കരുതുന്നുവെന്ന് പലരും പറഞ്ഞു. രാജസൂയത്തിന് വന്ന രാജാക്കന്മാർ ഇവിടെയാണ് കൂടിയത്. രാജാക്കന്മാരുടെ രാജാവായി വാഴിക്കപ്പെടുന്ന ആഘോഷം. എല്ലാ ക്രിയകളിലും ദ്രൗപദിയും പങ്കുകൊണ്ടു. ഗംഗയിൽ നിന്നും സരസ്വതിയിൽ നിന്നും യമുനയിൽ നിന്നും കൊണ്ടുവന്ന ജലകുംഭങ്ങൾ നിറന്നു. സമുദ്രജലം തൊട്ട് മഞ്ഞുതുള്ളി വരെ പല ജലങ്ങളാണ് അഭിഷേകത്തിനുള്ള കുംഭങ്ങളിൽ നിറയ്ക്കുന്നത്. അതിൽ തേനും പാലും നെയ്യും ബ്രാഹ്മണർ ചേർക്കുന്നു. പിന്നെ പശുവിൻ്റെ ഗർഭത്തിൽ നിന്നെടുക്കുന്ന ഭ്രൂണജലം കൂടി. അഭിഷേകമാണ് ഹോമത്തേക്കാൾ വലിയ ചടങ്ങ് രാജസൂയത്തിൽ. അതിനു മുമ്പാണ് സഭാനാഥനെ തിരഞ്ഞെടുക്കേണ്ടതും അഗ്നിപൂജ നടത്തേണ്ടതും. ഭീഷ്മ പിതാമഹൻ ഞങ്ങളിൽ പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണനാവട്ടെ എന്ന് വിധിച്ചു. എതിർപ്പ് പലരുടെയും മുഖങ്ങളിൽ പ്രകടമായിരുന്നു. ചേദിയിലെ ശിശുപാലൻ മാത്രം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, യാദവൻ കൃഷ്ണന് അതിനെന്ത് അവകാശം? പലരും അത് രസിക്കുന്നുണ്ട്. ചേതി രാജാവ് താൻ തന്നെയാണ് അർഹൻ എന്ന് പറയുമോ എന്നായിരുന്നു എനിക്ക് ആശങ്ക. കൃഷ്ണനേക്കാൾ അർഹൻ പലരുമുണ്ട് എന്നത് സത്യം തന്നെ. അയാൾ പറഞ്ഞു, ഈ കൂട്ടത്തിൽ അർഹർ വേറെ പലരുമുണ്ട്. മഹാശയനായ താങ്കൾ തന്നെ ആവട്ടെ. അദ്ദേഹം ഭീഷ്മ പിതാമഹനോട് പറഞ്ഞതിനോട് എല്ലാവർക്കും യോജിപ്പായിരുന്നു. അപ്പോൾ പിതാമഹൻ കൃഷ്ണന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാനാണ് തുടങ്ങിയത്. കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ ശിശുപാലന്റെ ക്രോധം പിതാമഹന്റെ നേർക്ക് തന്നെ തിരിഞ്ഞു. ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെട്ട് നാണം കെടലാണല്ലോ താങ്കളുടെ പൂർവചരിത്രം. അർഹിക്കാത്തവർക്ക് വേണ്ടിയുള്ള വീര്യപ്രകടനം. മറ്റൊരാൾക്ക് വിവാഹത്തിന് വാക്കുകൊടുത്ത അമ്പയെ വിചിത്രവീര്യന് വേണ്ടി രാജയക്ഷമാകുമെന്ന് മരിക്കാൻ കിടക്കുന്നവന് വേണ്ടിയാണെന്ന് ഓർക്കണം. ബലാത്കാരമായി കൊണ്ടുവന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ പിറന്ന ദിക്കിലും വേട്ടദിക്കിലും സ്ഥാനമില്ലാതായി ആത്മഹത്യ ചെയ്തത് എല്ലാവർക്കും അറിയാം. ക്ഷയരോഗിയുടെ 2 വിധവകളുണ്ടായി എന്നതാണ് വീരപരാക്രമം കൊണ്ടുണ്ടായ സൽഫലം. ഭീഷ്മാചാര്യർ നിശബ്ദനായി. സദസ്സ് സ്തബ്ധമായി. പറഞ്ഞതിൽ സത്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കും തോന്നി. പക്ഷേ ആ മഹാസദസ്സിൽ വച്ച് അത് പറയേണ്ടിയിരുന്നോ എന്നേ സംശയമുള്ളൂ. ശിശുപാലൻ അവസാനിപ്പിക്കാൻ ഭാവമില്ലായിരുന്നു. എന്നിട്ട് ഭേദപ്പെട്ട ക്ഷത്രിയ കുലത്തിൽ പതിവില്ലാത്ത ഒരു സൽക്കർമ്മം കൂടി ചെയ്തു. മറ്റൊരാളെ വിളിച്ചു വരുത്തി വിധവകളിൽ നിയോഗം. ഞങ്ങളുടെ വംശത്തിൻ്റെ തായ്വേരിലാണ് ഇപ്പോൾ ശിശുപാലൻ ആഞ്ഞു വെട്ടുന്നത്. ധൃതിയിൽ എൻ്റെ സമീപത്തെത്തിയ അർജുനൻ പറഞ്ഞു, തർക്കം കൃഷ്ണനോ ഭീഷ്മാചാര്യനോ എന്നല്ല, രാജസൂയം അലങ്കോലപ്പെടണം എന്നതാണ് ചിലരുടെ ആവശ്യം. ഒരു യുദ്ധഭീഷണി കരുതിയതല്ല. ഇനിയും കൗമാരത്തിലെ വാശിയും മുൻകോപവും വിട്ടുകളഞ്ഞിട്ടില്ലാത്ത സഹദേവൻ എഴുന്നേറ്റ് മണ്ഡപത്തിലേക്ക് ഇറങ്ങി. അഗ്രപൂജ നടത്തേണ്ട കനിഷ്ഠ സഹോദരൻ ഞാനാണ്. ഞാൻ കൃഷ്ണനെ പൂജിക്കാൻ പോകുന്നു. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ആയുധമെടുത്തിറങ്ങണം. ഞാനിതാ തയ്യാർ. യുദ്ധത്തിൽ സഹദേവനൊരു അസ്ത്രവും അന്നോളം അയക്കേണ്ടി വന്നിട്ടില്ല. യുധിഷ്ഠിരൻ്റെ ദൂതനായി രാജസൂയത്തിൻ്റെ അംഗീകാരത്തിനു വേണ്ടി ചെന്ന ദേശങ്ങളിലൊക്കെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി സൽക്കാരം സ്വീകരിക്കുകയേ വേണ്ടി വന്നിട്ടുള്ളൂ.
ഞാൻ അസ്വസ്ഥനായി. കലാപത്തിനുള്ള അവസരം കാത്ത് ദുര്യോധനപക്ഷം ശിശുപാലൻ്റെ കൂടെ ചേരാൻ അധിക സമയം വേണ്ടിവരില്ല. ഭീഷ്മ പിതാമഹൻ സമാധാനം സ്ഥാപിക്കാൻ ഒരു വിഫല ശ്രമം നടത്തുന്നു. ശിശുപാലൻ കൃഷ്ണന്റെ നേരെ തിരിഞ്ഞു. ജരാസന്ധൻ മരിച്ചതുകൊണ്ടല്ലേ ഈ രാജസൂയത്തിന് നിങ്ങൾ അർഹരായത്? ആ വിജയത്തിൻ്റെ പേരിൽ എല്ലാ ഭീരുക്കളും എതിർക്കാതെ വന്ന് അടിയറ പറഞ്ഞപ്പോൾ സമ്രാട്ടായെന്ന് കരുതുകയാണ്. ബ്രാഹ്മണവേഷം കെട്ടി പൂജാരികളായി അടുത്തുകൂടി ജരാസന്ധനെ ചതിച്ചു കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ താൻ നിഷേധിക്കുമോ? എൻ്റെ ചോര തിളച്ചു. ഭീഷ്മർ വീണ്ടും സാന്ത്വന വാക്കുകളുമായി ശിശുപാലൻ്റെ മുമ്പിൽ. ഞാൻ സഹദേവനെ തട്ടിമാറ്റി മുമ്പോട്ട് വന്ന് പറഞ്ഞു, വിടൂ, അയാളെ വിടൂ. ജരാസന്ധനോട് യുദ്ധം ചെയ്തവൻ ഞാനാണ്. ഇത് ബോധ്യപ്പെടുത്തേണ്ടവനും ഞാനാണ്. അപ്പോൾ അതുവരെ അലസഭാവത്തിലിരുന്ന കൃഷ്ണൻ എഴുന്നേറ്റു. വെല്ലുവിളികളും ആരോപണങ്ങളും അയാളെ തീരെ ബാധിച്ചിട്ടില്ലെന്ന് തോന്നും. കൃഷ്ണൻ ചക്രമെടുക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ചേതി രാജാവിൻ്റെ കഴുത്തിൽ ചോരയുടെ ചെത്തിപ്പൂക്കൾ ചിതർന്നത് മാത്രമാണ് കണ്ടത്. കൃഷ്ണൻ്റെ ചക്രായുധം സഞ്ചരിച്ചത് കാണാത്തത്ര വേഗത്തിലായിരുന്നു. ഇതിൽ പ്രതിഷേധമുള്ളവരോട് കൂടുതൽ ഏതു രീതിയിലും ഇനിയും തർക്കിക്കാമെന്ന മട്ടിൽ നിൽക്കുന്ന കൃഷ്ണൻ്റെ ശാന്ത ഗൗരവഭാവം എന്നെ അത്ഭുതപ്പെടുത്തി. ചിലർ ഇറങ്ങിപ്പോയെങ്കിലും വെല്ലുവിളികൾ തുടർന്നില്ല. ചേതിയിൽ നിന്ന് വന്ന അകമ്പടി ജനം മൃതദേഹം മാറ്റുമ്പോൾ ബ്രാഹ്മണർ അഭിഷേകത്തിനുള്ള മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങിയിരുന്നു. ആദ്യത്തെയും അവസാനത്തെയും ആഘോഷം ഈ മഹാസഭയിൽ അതായിരുന്നു. വിരുന്നിന് ഹസ്തിനപുരത്തേക്ക് ക്ഷണിക്കാൻ വലിയച്ഛൻ്റെ ദൂതനായി വന്നത് വിതുരരായിരുന്നു. രാജസൂയം കഴിഞ്ഞ യുധിഷ്ഠിരനെ വലിയച്ഛന് നേരിട്ട് അനുഗ്രഹിക്കണം. കൂട്ടത്തിൽ യുധിഷ്ഠിരനും ദുര്യോധനനും തമ്മിൽ കുറച്ച് ചൂതുകളിയുമാവാം. പുതിയ ഒരു ദ്യൂതസഭ ഹസ്തിനപുരത്തിൽ പണികഴിപ്പിച്ചിട്ടുണ്ട്. അമ്മയെ സന്ദർശിച്ച വിതുരർ വളരെ സമയം അവിടെ സംസാരിച്ചിരുന്നു. പുറത്തു വന്ന് വീണ്ടും യുധിഷ്ഠിരൻ്റെ സമീപത്ത് വന്ന് ഓർമ്മിപ്പിച്ചു, സ്വീകരണവും സൽക്കാരവും നല്ലത് തന്നെ. ചൂതുകളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രദ്ധിക്കണം. യുധിഷ്ഠിരൻ ചിരിച്ചു. ദ്യൂതവും യുദ്ധവും ക്ഷത്രിയർക്ക് ഒരുപോലെയല്ലേ? ആവശ്യപ്പെട്ടു വരുന്നവർക്ക് നിഷേധിക്കുന്നത് ധർമ്മമല്ലല്ലോ. ധർമ്മങ്ങളെപ്പറ്റി അറിയുന്ന വിതുരർ പ്രസന്നത വരുത്താൻ ശ്രമിച്ചു. ഈ സന്ദേശം കൊണ്ട് ഞാൻ വന്നത് തന്നെ സൂക്ഷിച്ചിരിക്കണമെന്ന് പറയാൻ അവസരം കിട്ടുമല്ലോ എന്ന് കരുതിയാണ്. ചൂത് ഞാൻ ആവശ്യപ്പെടില്ല. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ഒഴിഞ്ഞു മാറുകയുമില്ല. പിന്നെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ശതം വച്ച് കളിച്ച് എന്നെ ജയിക്കാൻ ദുര്യോധനാവില്ല. ചൂതുകളി നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ടായിട്ട് പറയുകയല്ല. വിരുന്നിൻ്റെ കൂടെ ചൂതുമുണ്ടെന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ നിഗൂഢമായി ആഹ്ലാദിക്കുന്നുണ്ട്. രാജാക്കന്മാർ കൊടുത്ത സമ്മാനങ്ങൾ പലതും കളിച്ചു കളഞ്ഞ് ധർമാധർമ്മങ്ങളെപ്പറ്റി ചില തത്വങ്ങളും പറഞ്ഞ് മൗഢ്യത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മടക്കയാത്ര ഞാൻ സങ്കല്പിച്ചു പോയി. എല്ലാവരും തയ്യാറായിരിക്കുന്നു എന്ന് വിശോകൻ വന്നറിയിച്ചു. യാത്രയ്ക്കൊരുങ്ങിയ അമ്മയും സഹദേവനും സാധനങ്ങൾ തേരിൽ കയറ്റുന്നത് നോക്കി നിൽക്കുന്നു. ഇത്രയേറെ ഒരുക്കങ്ങളുടെ ആവശ്യങ്ങളുണ്ടോ എന്നപ്പോൾ വന്ന നകുലനോട് ഞാൻ ചോദിച്ചു. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, പതുക്കെ, നമ്മളിവിടേക്ക് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നാണ് അമ്മയ്ക്ക് സംശയം. ആയുധങ്ങളൊന്നും വേണ്ട എന്ന് ഞാനും അർജുനനും നേരത്തെ സൂതന്മാരോട് പറഞ്ഞിരുന്നു. നേരിട്ടുള്ള ഒരു ആക്രമണവും കൗരവന്മാരിൽ നിന്നുണ്ടാവില്ല. ജനാപവാദം ഭയന്ന് ഖാണ്ഡവപ്രസ്ഥം ഇപ്പോൾ മയസഭയുണ്ടാക്കിയ കഴിഞ്ഞ ശേഷം ആളുകൾ പറഞ്ഞു പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥമായിരിക്കുന്നു. യാദവരും പാഞ്ചാലരും ഇടത്തരക്കാരായ അനേകം രാജാക്കന്മാരും ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ഹസ്തിനപുരത്തോട് കിടനിൽക്കുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥവും. മയസഭയിൽ നാണിച്ചു പോയതിന് ദുര്യോധനൻ എന്തെങ്കിലും അപകടമുണ്ടാക്കുമോ? അയാൾ വെള്ളമാണെന്ന് കരുതി വസ്ത്രം പൊക്കി പിടിച്ച് ഇല്ലത്തളത്തിൽ നിന്നപ്പോൾ ഏറെ ചിരിച്ചത് ദ്രൗപദിയായിരുന്നു. ഏതായാലും ഹസ്തിനപുരത്തിലെത്തിയാൽ ഒരു കണ്ണുറങ്ങുമ്പോഴും ഒരു കണ്ണ് കാവലിരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. രഥങ്ങൾ തയ്യാറായി. യുധിഷ്ഠിരൻ്റെ പിന്നിലായി ദ്രൗപദിയും വന്നു. തേരിൽ കയറുന്ന ദ്രൗപദിയെ ഞാൻ നോക്കി. 7 വർഷം മുമ്പ് നവവധുവായി വന്ന ദ്രൗപദിയെ ഞാൻ നോക്കി. ദ്രൗപദിക്ക് ഒരു മാറ്റവുമില്ല. 5 പ്രസവിച്ചവളാണെന്ന് ആരും പറയില്ല. സന്ധ്യയ്ക്ക് കൊളുത്തിയ നെയ്വിളക്ക് പോലെ ഇന്നും തിളങ്ങുന്നു.
മനുഷ്യവർഷങ്ങൾ ദിവസങ്ങൾ മാത്രമാണത്രേ ദേവകളുടെ സമയക്കണക്കിൽ. ദേവലോകത്തിൻ്റെ ആ സിദ്ധിയോടെ ഭൂമിയിൽ പിറന്നവളായിരിക്കാം പാഞ്ചാലപുത്രി. ഹസ്തിനപുരത്തിൽ സ്വീകരണത്തിനായി വിതുരരും സഞ്ജയനും നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഭീഷ്മ പിതാമഹനെ വണങ്ങി, പിന്നെ വലിയച്ഛനെ നമസ്കരിച്ചു. പ്രായക്രമമനുസരിച്ച് പ്രണാമം ചെയ്യുമ്പോൾ തൊട്ടു തടവി ഓരോ ആളുടെയും വളർച്ചയെപ്പറ്റി വലിയച്ഛൻ പറഞ്ഞു. എൻ്റെ കൈത്തണ്ടയിലും കേയൂരത്തിലും അമർത്തിപ്പിടിച്ച് ഞാൻ മഹാബലവാനായിരിക്കുന്നുവെന്ന് അഭിനന്ദിച്ചു. ജരാസന്ധൻ്റെ കൈകളേക്കാൾ നീളവും ദാർഢ്യവുമുണ്ട് വലിയച്ഛൻ്റെ കൈകൾക്ക് എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ആയുധപുരയുടെ ഭാഗത്തേക്കാണ് പിന്നെ ഞാൻ നടന്നത്. ദ്രോണാചാര്യരും കൃപാചാര്യരും വിശ്രമിക്കുകയായിരുന്നു. വിളിക്കേണ്ടെന്ന് കരുതി ഞാൻ ശുക്രാചാര്യരെ കാണാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലം മാറിയിരിക്കുന്നു. ആനപ്പിണ്ടത്തിൻ്റെ ഗന്ധമുള്ള മുറി. പന്തികൾക്കടുത്താണ് ഈ സ്ഥലം. അദ്ദേഹം വൃദ്ധനും അവശനുമായിരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ ആഹ്ലാദം കൊണ്ട് വൃദ്ധന് വാക്കുകൾ കിട്ടിയില്ല. പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു. എൻ്റെ നെഞ്ചിൽ ദുർബലമായി തീർന്ന കൈ ചുരുട്ടി സ്നേഹപൂർവ്വം ഇടിച്ചുകൊണ്ട് പറഞ്ഞു, വൃത്താന്തങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇടയ്ക്ക് കാണാൻ വരുന്ന പഴയ ശിഷ്യന്മാരിൽ നിന്ന്. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. വേണ്ട, ഇതൊക്കെ മതി. ഇനി എത്ര കാലം? ആനപ്പിണ്ടത്തിൻ്റെ ഗന്ധം കൂടി ഇഷ്ടമായി തുടങ്ങിയപ്പോൾ. യാത്ര പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ദുര്യോധനൻ്റെ കൊട്ടാരത്തിൽ പോയോ? ഇല്ല. അദ്ദേഹം ചിരിച്ചു. പിന്നെ കാര്യം പറഞ്ഞു. വലിയ ഒരാൾ വലിപ്പത്തിൽ ദുര്യോധനൻ ഒരു ലോഹപ്രതിമ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. പാണ്ഡ്യരാജ്യത്തു നിന്ന് വന്ന ഒരു ശില്പിയാണ് അത് വാർത്തത്. ഒരു പരിചാരകൻ പിന്നിൽ നിന്ന് ചക്രങ്ങൾ തിരിച്ചാൽ പ്രതിമയുടെ കൈയും കാലും അതിവേഗത്തിൽ യുദ്ധമുറയിൽ ചലിക്കും. അതിനോട് യുദ്ധം ചെയ്യുകയാണിപ്പോൾ ദുര്യോധനൻ്റെ ഒരു പ്രധാന വിനോദം. പിന്നെ വൃദ്ധൻ ഒരു അമർത്തിയ ചിരിയോടെ പറഞ്ഞു, പ്രതിമയ്ക്ക് ഭീമസേനൻ്റെ ഛായയുണ്ടെന്നാണ് കേൾവി. ഞാനും ചിരിച്ചു. ഗുരുവിനെ വന്ദിച്ച് പുറത്തിറങ്ങി. പഴയ ആനപ്പന്തിയിലെ ജോലിക്കാരൻ ഹസ്തിബൻ മരിച്ചു. പരിചയക്കാരായ മറ്റാളുകൾ ആദരവോടെ സ്നേഹത്തോടെ അടുത്തുകൂടി. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞപ്പോൾ പുതിയ ദ്യൂതസഭയിലേക്ക് വരാൻ ഒരു സേവകൻ വന്നറിയിച്ചു. ഞാൻ അർജുനനെ അന്വേഷിക്കുകയാണ് ആദ്യം ചെയ്തത്. അയാളെ കണ്ടില്ല. മണ്ഡപത്തിലെത്തിയപ്പോൾ ദ്യൂതം ഒരു വിനോദമായിട്ടല്ല, രാജകീയ ഘോഷമായാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവരായ അതിഥികൾ ധാരാളം. എല്ലാവരും സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുന്നു. ധൃതരാഷ്ട്രരുടെ ഇരുവശങ്ങളിലുമായി ഭീഷ്മാചാര്യർ, കൃപർ, ദ്രോണർ. തൊട്ടുപിന്നിൽ പീഠത്തിൽ അപ്പപ്പോൾ നടക്കുന്നതറിയിക്കാൻ പാകത്തിൽ സഞ്ജയൻ, ധൃതരാഷ്ട്രരുടെ കണ്ണ്. കളി തുടങ്ങാൻ പോകുന്നു. ചൂതിൻ്റെ ലഹരി ജ്യേഷ്ഠൻ്റെ മുഖത്ത് ഞാൻ ശരിക്കും കണ്ടു. കാഴ്ചക്കാരുടെ മുമ്പാകെ അക്ഷങ്ങളിട്ട ദന്തപേടകം പതുക്കെ കുലുക്കിക്കൊണ്ട് പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. കഴിയുന്നതും ഒഴിഞ്ഞു മാറുകയേ ഉള്ളൂ എന്ന് വഴിക്ക് വിശ്രമിക്കുമ്പോൾ കൂടി പറഞ്ഞതൊക്കെ വെറുതെ. ദുര്യോധനനും സൗബലൻ ശകുനിയുമാണ് എതിർവശത്ത് വന്ന് നിന്നത്. ദ്യൂതത്തിനു വേണ്ടി ഉണ്ടാക്കിയ രംഗപീഠം, ഇരുവശത്തും സൗകര്യമായി ഇരിക്കാൻ വേണ്ടി പര്യങ്കങ്ങൾ. കൗരവ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ദുശാസനൻ്റെ സമീപം കർണനെ കണ്ടു. ശതം വെച്ചിട്ട് തന്നെ കളി. എൻ്റെ സമീപമെത്തിയ അർജുനൻ പറഞ്ഞു, വിലപിടിപ്പുള്ള വസ്തുക്കൾ പണയം വയ്ക്കുന്ന കളിക്കുമ്പോഴേ ശതം വെച്ച് കളി എന്ന് പറയാറുള്ളൂ. ദുര്യോധനൻ പറയുന്നത് കേട്ടു. പന്തയം വയ്ക്കുന്നത് ഞാനായിരിക്കും, കളിക്കുന്നത് മാതുലൻ ശകുനി. ആയവങ്ങൾ നമ്മൾ തമ്മിൽ. ശകുനിയാണ് കളിക്കുന്നത്. എനിക്കത്ര ശരിയായി തോന്നിയില്ല. എന്തോ ദ്യൂതം എനിക്കറിയാത്ത കാര്യമാണ്. ശകുനിയെ എന്നും എനിക്ക് ഭയം കലർന്ന വെറുപ്പാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ കളിക്കുന്നത് ശരിയല്ല. ജ്യേഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാലും ഞാൻ കളിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു യുധിഷ്ഠിരൻ എന്ന് തോന്നി. ഒരുപക്ഷെ ദുര്യോധനനെ തോൽപ്പിച്ചു നാണം കെടുത്താൻ ജ്യേഷ്ഠന് കഴിഞ്ഞേക്കും. അത്രയേറെ ആത്മവിശ്വാസമുണ്ട് ആ മുഖത്ത്. ചൂത് കളിച്ച് ചെലവഴിച്ച അസംഖ്യ ദിവസങ്ങൾ നിഷ്ഫലമായില്ല എന്നു ഞങ്ങളെ കാട്ടിത്തരാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാകും. ഞങ്ങൾ 4 പേർ കാണാൻ എത്തിയിട്ടില്ലേ എന്നറിയാൻ നോക്കി.
ഞങ്ങളെ സ്ഥാനങ്ങളിൽ കണ്ട് മന്ദഹസിച്ചു. കളിക്കാർ തമ്മിൽ പന്തയം വയ്ക്കുന്നതിനോടൊപ്പം കമ്പക്കാരായ കാഴ്ചക്കാരും പരസ്പരം വാതുവയ്ക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആര് കളി തുടങ്ങണമെന്നറിയാൻ രണ്ടുപേരും എറിഞ്ഞു. യുധിഷ്ഠിരന് പെരുപ്പം വീണു. കൃത ശകുനിക്ക് കലി. 4-1 യുധിഷ്ഠിരനാണ് കളി തുടങ്ങാൻ അർഹൻ. അദ്ദേഹം വലം കൈയാൽ അക്ഷങ്ങൾ കുലുക്കി. പിന്നെ കഴുത്തിലെ രത്നമാലയിലെ നായികക്കല്ല് ഇടത്തെ വിരലുകൾ കൊണ്ട് ഉയർത്തിക്കാട്ടി പറഞ്ഞു, സ്വർണം കെട്ടിച്ച ഈ രത്നം വിലമതിക്കാനാവാത്തതാണ്. ഈ ഹാരമാണെൻ്റെ പണയം. ദുര്യോധനൻ പറഞ്ഞു, രത്നങ്ങൾ എനിക്ക് ധാരാളമുണ്ട്. അങ്ങ് ജയിക്കുന്നത് സന്തോഷം. യുധിഷ്ഠിരൻ കളിച്ചു. ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു, ത്രേത. പിന്നെ ശകുനി കിലുക്കുമ്പോൾ അർജുനൻ പറഞ്ഞു, എന്തോ. ശകുനി കുലുക്കിയെറിഞ്ഞ അക്ഷങ്ങൾ നോക്കിക്കൊണ്ട് ചിരിച്ചു. നോക്കൂ, ഞാൻ ജയിച്ചു. യുധിഷ്ഠിരൻ ചിരി വിടാതെ കഴുത്തിലെ ഹാരം ഊരിവെച്ചു. രണ്ടാമതും കുലുക്കാൻ തുടങ്ങിയപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അവിടുത്തെ പണയം പറഞ്ഞില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, 100 പേടകം സ്വർണം. അപ്പോൾ സദസ്സ് മുഖരിതമായി. അർജുനൻ എന്നെ നോക്കി. എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. അക്ഷപേടകം കിലുക്കി. പണയം ദുര്യോധനനും ഏറ്റു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശകുനി കളിച്ചു. വീണ്ടും 12. ആയവ്യം കൂട്ടാൻ നിൽക്കുന്ന സജീവൻ വിളിച്ചു പറയും മുമ്പേ ജ്യേഷ്ഠൻ മുഖം കണ്ടപ്പോൾ തോറ്റുവെന്ന് മനസ്സിലായി. 100 പേടകം സ്വർണം. രാജസൂയത്തിന് എല്ലാ നാടുകളിൽ നിന്നുമായി കിട്ടിയ സമ്പത്ത് മുഴുവൻ ഇന്ദ്രപ്രസ്ഥത്തിലെ കലവറയിലെ സ്വർണം മുഴുവനാണ് പണയം വെച്ചത്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. എനിക്കിത് നോക്കി നിൽക്കാനാവില്ല. കളിയിലായിരുന്നു എല്ലാ കണ്ണുകളും. ഞാൻ മണ്ഡപത്തിൻ്റെ പുറത്തേക്ക് നടന്നു. പടവുകൾ ഇറങ്ങി അങ്കണത്തിലേക്ക് നടന്നു. അപ്പോൾ സദസ്സിൻ്റെ ഇരമ്പം കേട്ടു. ആരാണ് ജയിച്ചത്? തമ്മിൽ തമ്മിൽ പന്തയം വെച്ചവരുടെ ഘോഷങ്ങൾ ഇടയ്ക്കിടെ വീണ്ടും കേട്ടു. ആരാണ് നേടുന്നത്? ആർക്കാണ് നഷ്ടപ്പെടുന്നത്? കുലുക്കി വീഴ്ത്തുന്ന അക്ഷങ്ങളിലെ എണ്ണം കണക്കാക്കിയുള്ള ജയവും തോൽവിയും എനിക്ക് സ്വീകരിക്കാനാവുന്നതല്ല. മണ്ഡപത്തിലെ സദസ്സാകെ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നിയ ഒരു ആരവം കേട്ടു. ഓടിവന്ന സഹദേവൻ അരിശവും അല്പം ഗദ്ഗതവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു, ഇതൊന്ന് വന്നു നോക്കൂ. യുധിഷ്ഠിരന് ഭ്രാന്താണ്. 12 കളികളിൽ ഇന്ദ്രപ്രസ്ഥമടക്കം പോയി. കിരീടത്തിലെ രത്നങ്ങൾ കൂടിപ്പോയി. ഇപ്പോൾ നകുലനെ പണയം വെച്ചിരിക്കുന്നു. ആപത്ത്. തീരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. ദ്യൂതസഭയിലെ വാക്ക് ക്ഷത്രിയർക്ക് വെറും വാക്കല്ല. ചിതയിൽ തോറ്റ പഴയൊരു രാജാവ് ഭക്ഷണത്തിനും പാർപ്പിടത്തിനും വേണ്ടി മറ്റൊരു രാജാവിൻ്റെ പാചകക്കാരനായി കഴിയേണ്ടി വന്ന കഥ എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നകുലനിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനും ഈ ഭ്രാന്തൻ്റെ കയ്യിലെ പണയപ്പണ്ടമാവാൻ ഇനി അധിക സമയം വേണ്ടി വരില്ല. അക്ഷഹൃദയം അറിയുന്നവരുണ്ടത്രേ. ഒരുപക്ഷെ അതിൽപ്പെട്ട ആളായിരിക്കാം ശകുനി. പകരം കളിപ്പിക്കാൻ ദുര്യോധനൻ മാതുലനെ ഇറക്കിയത് വെറുതെ ആവില്ല. സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി ചെന്നപ്പോൾ കേൾക്കുന്നത് സഹദേവനും പണയപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. അധർമ്മം കൊണ്ടാണിത് നിങ്ങൾ നേടുന്നതെന്ന് ഞാൻ സംശയിക്കുന്നു. അക്ഷങ്ങളിൽ എന്തോ ചതിയുണ്ട്, യുധിഷ്ഠിരൻ പറഞ്ഞു. ശകുനി മന്ദഹസിച്ചു. ദുര്യോധനനെ നോക്കി. ദുര്യോധനൻ സദസ്യർക്ക് മുഴുവൻ കേൾക്കാൻ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. തോറ്റു എന്ന് സമ്മതിച്ചാൽ രാജൻ നമുക്ക് പിരിയാം. ശകുനി പറഞ്ഞു, കളി ഏതായാലും നിർത്താം. പണയം വയ്ക്കാൻ ഇനി ഒന്നുമില്ലല്ലോ. യുധിഷ്ഠിരൻ്റെ ശബ്ദമുയർന്നു. എൻ്റെ സമ്പത്തിന് അവസാനമില്ല. അത്ഭുത പരാക്രമിയായ അർജുനൻ എൻ്റെ അനുജൻ. അതാണ് നിങ്ങൾക്കിനി പണയം. അപ്പോൾ ഞാൻ ധൃതരാഷ്ട്രയാണ് നോക്കിയത്. സഞ്ജയനിൽ നിന്ന് നേട്ടങ്ങളുടെ കണക്ക് അപ്പപ്പോൾ അറിയുന്ന അന്ധരാജാവിൻ്റെ കണ്ണുകളിലെ നിർജീവ ഗോളങ്ങൾ കൂടി ചിരിക്കുകയാണ്. അതും ശകുനി ജയിച്ചു. അപ്പോൾ കുറച്ചുറക്കെ വിതുരരുടെ ശബ്ദം കേട്ടു. രാജാവേ, ചൂതുകൊണ്ട് മുടിയാൻ പോവുകയാണ് ഈ കുരുവംശം. ശകുനിയുടെ കണ്ണുകൾ എൻ്റെ നേർക്ക് നീണ്ടു വന്നു. അയാൾ പിന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു, അവശേഷിച്ച ഒരു അനുജൻ കൂടി ഉണ്ടല്ലോ, മഹാബലൻ ഭീമൻ. ശരി എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടില്ല. പക്ഷേ കളി തുടങ്ങിക്കഴിഞ്ഞു. അക്ഷഹൃദയം അറിയുന്ന ശകുനി അതും ജയിച്ചു. ചോദിച്ചു, ഞങ്ങൾ ജയിച്ചു, ഇനി വല്ലതുമുണ്ടോ? യുധിഷ്ഠിരൻ അസ്വസ്ഥനായി. ഇളറിയ മുഖത്തോടെ ചുറ്റും നോക്കി. സഭാവാസികളുടെ മധ്യത്തിൽ പരിഹാസ്യനായാണ് താൻ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ രോഷം കൊണ്ട് എല്ലാം മറന്നിരിക്കുന്നു.
അടുത്തത് ഞാൻ തന്നെ. ഇതിൽ ജയിച്ചാൽ എല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു, തോറ്റാൽ ഞാൻ നിങ്ങളുടെ അടിമ. അതും തോറ്റു. കത്തിയടങ്ങിയ പന്തലിൻ്റെ തുമ്പിലെ ചാരം പോലെ അദ്ദേഹം പര്യങ്കത്തിൽ തളർന്നു വീണു. സദസ്സിൻ്റെ നിശബ്ദത ആക്രോശങ്ങളേക്കാൾ പേടിപ്പെടുത്തുന്നതായിരുന്നു. ദാസനായി അടിമയായി വീണ്ടും ഹസ്തിനപുരത്തിൽ കഴിയാനാണ് ദുർവിധി. ഞാൻ തലകുനിച്ച് അത് ഏറ്റുവാങ്ങുന്നു. എനിക്കതിൽ കൈയുയർത്താൻ ഇടമില്ല. ഞാൻ രണ്ടാമനാണ്. അപ്പോൾ ശകുനിയും ദുര്യോധനനും കൂടി സ്വകാര്യം എന്തോ പിറുപിറുത്തു. ശകുനി ചോദിച്ചു, ഒരു സമ്പത്തു കൂടി ഇല്ലേ രാജൻ? പാണ്ഡവന്മാരുടെ വല്ലഭയായ പാഞ്ചാലി. അതുവരെ നിശബ്ദമായിരുന്ന സദസ്സിൽ നിന്ന് അമർത്തിയ പ്രതിഷേധങ്ങളുയർന്നു. അക്രമം, അന്യായം തുടങ്ങിയ വാക്കുകൾ കേട്ടു. യുധിഷ്ഠിരൻ ശാന്തത വിടാതെ പറഞ്ഞു, പിന്തിരിയുന്നില്ല. മഹാലക്ഷ്മിക്ക് കിടനിൽക്കുന്ന പ്രിയംവതയായ ദ്രൗപദിയെ തന്നെ പണയം വയ്ക്കുന്നു. സൗബല, എൻ്റെ കളി. അക്ഷങ്ങൾ ഇളകുന്ന ശബ്ദം കൂടി കേൾക്കാവുന്നത്ര നിശബ്ദത സദസ്സിൽ. ഞാൻ കണ്ണടച്ചു. മൂകത എൻ്റെ ചെവികളിൽ ഗർജിക്കുന്നു. ദുര്യോധനൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. ദ്രൗപദി വരട്ടെ. അവളെ ഇങ്ങോട്ട് ദാസീപുത്രൻ വിതുരർ തന്നെ കൊണ്ടുവരട്ടെ. എൻ്റെ മന്ദിരത്തിൽ പാണ്ഡവ പത്നി വിടുപണി ചെയ്യാൻ നിൽക്കട്ടെ. ഞാൻ എഴുന്നേറ്റു. വിതുരർ എഴുന്നേറ്റ് ധൃതരാഷ്ട്രൻ്റെ മുൻവശത്തേക്ക് വന്നു. അദ്ദേഹം സ്വരമുയർത്തി സംസാരിക്കുന്നത് ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദുര്യോധനനെ ചൂണ്ടിക്കൊണ്ട് വിതുരർ പറഞ്ഞു, ഓർമ്മിക്കുന്നില്ലേ ഈ പുത്രനെ? പെറ്റപ്പോൾ കൊട്ടാരമുറ്റത്ത് വന്ന് കുറുനരികൾ ഓളിയിട്ടു. ഇയാൾ കാരണം ഈ ഹസ്തിനപുരം ചുടലപ്പറമ്പാവും. കുരുവംശം നശിക്കും. അത് കേട്ട ഭാവമില്ലാതെ ദുര്യോധനൻ രംഗപീഠത്തിന് സമീപം നിന്ന ഒരു സേവകനെ നോക്കി പറഞ്ഞു, പ്രാതിഗാമി, ദ്രൗപദിയെ വിളിച്ചുകൊണ്ടുവാ. ദ്രൗപദിയുടെ വരവ് കാത്തിരിക്കുന്ന സദസ്സിനെ ഞാൻ നോക്കി. അധർമ്മമാണ് ഇതെല്ലാം എന്ന ഭാവത്തിലിരിക്കുന്ന അവർ ഓരോരുത്തരും ദ്രൗപദി വന്നു കാണാൻ അകമേ മോഹിക്കുന്നു എന്നെനിക്ക് തോന്നി. ദുര്യോധനൻ തളർന്നിരിക്കുന്ന യുധിഷ്ഠിരനെ കാണാത്ത പോലെ മണ്ഡപത്തിൽ നടന്നു. അയാളുടെ സമീപത്തേക്ക് കർണനും ദുശാസനനും ഇറങ്ങി വന്നു. കർണൻ ചെവിക്കടുത്ത് ചെന്ന് എന്തൊക്കെയോ പിറുവിറുത്തു. ദുര്യോധനൻ മന്ദഹസിച്ച് തലയാട്ടി ശരിവച്ചു. തിരിച്ചു വന്ന പ്രാതിഗാമി തനിച്ചായിരുന്നു. അവൻ തൊഴുതു നിന്നപ്പോൾ കർണനാണ് ചോദിച്ചത്, എവിടെ ദ്രൗപദി? ഇത് കർണൻ്റെ ദിവസമായി തീർന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ദ്രൗപദിയോട് പഴയ പകപോക്കാൻ സൂതപുത്രന് അവസരം വന്നിരിക്കുന്നു. രാജാവ് ആദ്യം പണയം വെച്ചത് തന്നെയാണോ രാജ്ഞിയാണോ എന്ന് രാജ്ഞിക്കറിയണം. പിന്നെ ധർമാധർമ്മങ്ങൾ അറിയുന്ന ഈ സദസ്സിലെ ശ്രേഷ്ഠന്മാർ ഇത് ശരിവെക്കുന്നുണ്ടോ എന്നും അറിയണം. യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രൗപദി വരട്ടെ. കള്ളച്ചൂത് കൊണ്ട് എല്ലാവരും അടിമകളായി. അധർമ്മം കണ്ട് സദസ്യർ ഇവരെ നിന്ദിക്കട്ടെ. ദുര്യോധനൻ അലറി, ദ്രൗപദി വരട്ടെ. പ്രാതിഗാമി വിറച്ചുകൊണ്ട് നിന്നു. അയാൾ സദസ്സിൽ കണ്ണോടിക്കുന്ന കൂട്ടത്തിൽ എന്നെ കണ്ടു. ഭയന്ന് മുഖം തിരിച്ചു. ദുര്യോധനൻ പറഞ്ഞു, ഭൃത്യന് ഭയമാണ് ദുശാസന. താൻ വിളിച്ചു കൊണ്ടുവരൂ. സുഖകരമായ ഒരു ഉത്തരവാദിത്വം കിട്ടിയതുപോലെ ദുശാസനൻ അത് കേട്ട ഉടൻ അകത്തേക്ക് നടന്നു. കരബലത്തിൽ ഗൂഢമായി അഹങ്കരിച്ചിരുന്ന ഞാൻ ഇവിടെ നിസ്സഹായനാണ്. അടക്കിയ മുഷ്ടികൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ഞാൻ നിന്നു. ചോരയും മണവും കണ്ട് പതറാത്ത ഞാൻ നടുങ്ങി. പിന്നെ മനസ്സിലൊരു തേങ്ങൽ ഉയർന്നു. അഴിഞ്ഞ മുടിയിൽ ചുരുട്ടിപ്പിടിച്ച് യൂപത്തിലേക്ക് യജ്ഞപശുവിനെ എന്ന പോലെ ദ്രൗപദിയെ കൊണ്ടുവന്നു. നിർത്തുന്നു. അഴിഞ്ഞ വസ്ത്രം ഊർന്നു പോകാതെ വാരിപ്പിടിച്ച് ദ്രൗപദി ചുറ്റും നോക്കി. ഇടറിയ കാലിടകൾക്കിടയിൽ ഞാൻ കറുത്ത രക്തത്തുള്ളികൾ കണ്ടു. വെൺകൽത്തറയിൽ വീണ പത്മരാഗക്കല്ലുകൾ. ഒറ്റ വസ്ത്രത്തിൻ്റെ തല ഉത്തരീയം കൂടിയാക്കി നിൽക്കുന്ന ദ്രൗപദി രാജസ്വലയാണ്. കണ്ടാലറിയാം അവളുടെ അർദ്ധനഗ്നത. 1000 കണ്ണുകൾ പെരുന്തുകളെ പോലെ കൊത്തിവലിക്കുന്നു. ദ്രൗപദി ഗദ്ഗതമൊതുക്കി ചോദിച്ചു, ഈ നിലയിൽ എന്നെ സഭാമധ്യത്തിൽ വലിച്ചിഴയ്ക്കുന്നത് ശരിയാണോ?
ഭീഷ്മ പിതാമഹനും വിതുരർക്കുമൊക്കെ ഈ സദസ്സ് പറയട്ടെ, ഞാൻ അടിമയാണോ? ദ്രൗപദി തലയുയർത്തി ചുറ്റും നോക്കി. രാജ്ഞിയുടെ തലയെടുപ്പോടുകൂടി തന്നെ അവളുടെ കണ്ണുകൾ അനുകൂല വാക്കുകൾ കേൾക്കാൻ സഭയിലെ മുഖങ്ങളിലേക്ക് തിരിഞ്ഞു. എൻ്റെ മുഖത്ത് അവസാനം നോട്ടം തങ്ങി നിന്നു. സഹിക്കാതെ വയ്യ. ധർമ്മപുത്രനായ യുധിഷ്ഠിരന് വാക്കാണ് വലുത്. നമ്മളൊക്കെ അടിമകൾ. പിന്നെ ഞാൻ മുമ്പോട്ട് കയറി യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, വേഷത്തെരുവിലെ ചൂതാട്ടക്കാരുടെ നാട്ടിൽ ചൂളത്തികളുണ്ടാവും. ആ ധൂർത്തന്മാരും സ്വന്തം പെണ്ണുങ്ങളെ പണയം വയ്ക്കാറില്ല. ക്രോധമടക്കാനാവാതെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും മുമ്പ് സഹദേവ, തീ കൊണ്ടുവരൂ. എൻ്റെ കൈ പൊള്ളിക്കട്ടെ. എന്നെ തന്നെ ശിക്ഷിക്കാനേ എനിക്കിപ്പോൾ കഴിയൂ. അർജുനൻ എൻ്റെ ചുമലിൽ പിടിച്ചു പറഞ്ഞു, അരുത്, അരുത്. അപ്പോൾ കൗരവ സഹോദരരുടെ കൂട്ടത്തിൽ ഞാൻ അതുവരെ വളരെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത വികർണൻ പറഞ്ഞു, ദ്രൗപദി ചോദിച്ചതിന് ആരും ഉത്തരം പറഞ്ഞില്ല. സ്വയം പണയപ്പെട്ട ആൾ മറ്റൊരാളെ പണയം വയ്ക്കുന്നത് എങ്ങനെ? അതാണ് ചോദ്യം. ദ്രൗപദി അടിമയല്ല എന്ന് ഞാൻ പറയുന്നു. ദുര്യോധനനെ ധിക്കരിച്ച് സംസാരിക്കുന്ന എന്നെ അയാൾ ഞാൻ ആലോചിക്കാത്ത ഒരു വാദം സദസ്സിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. അടിമയാണോ എന്ന് ദ്രൗപദി ചോദിച്ചത് ഒരു ചെറിയ ചോദ്യമല്ല. വികർണൻ ക്രുദ്ധനായി നോക്കുന്ന ദുര്യോധനനെ കാര്യമാക്കാതെ പറഞ്ഞു, നായാട്ട്, കൂടി, ചൂതാട്ടം, സ്ത്രീ സേവ, ഇത് നാലിലും അത്യാസക്തി വന്നാൽ ധർമ്മം വിടും. ഒറ്റ വസ്ത്രമെടുത്ത് അന്തഃപുരത്തിലിരിക്കുന്ന ഈ കുലസ്ത്രീയെ ഇവിടെ എത്തിച്ചതും ആ ധർമ്മച്യൂതി തന്നെ. കർണൻ അരിശത്തോടെ വികർണന്റെ നേരെ അസ്ത്രം പോലെ വിരൽ ചൂണ്ടി. എടോ, വസ്ത്രമില്ലാതെയും ഇവളെ കൊണ്ടുവരാം. 5 പേർക്ക് ഭാര്യയായി വഴങ്ങുന്നവൾക്ക് എന്ത് കുലീനത! അവജ്ഞയോടെ ദ്രൗപദിയെ നോക്കി കർണൻ ദുര്യോധനോട് പറഞ്ഞു, അടിമകളുടെ എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചു വാങ്ങൂ. യുധിഷ്ഠിരൻ ഉത്തരീയം അഴിച്ചിട്ടു. ആഭരണങ്ങൾ നേരത്തെ അദ്ദേഹം ഊരിയെടുത്തിരുന്നു. അത് ഞങ്ങൾക്കുള്ള സൂചനയാണ്. അർജുനനും നകുല സഹദേവന്മാരും ആഭരണങ്ങൾ അഴിച്ചു. അപ്പോൾ ദുശാസനന് കർണൻ നോട്ടത്താൽ നിർദ്ദേശം കൊടുത്തു. അയാൾ മുടിവിട്ട് ദ്രൗപദിയുടെ മടിക്കുത്തിൽ കൈവച്ചു. മുന്നോട്ടാഞ്ഞ ഞാൻ ശബ്ദമുണ്ടാക്കി. ദുശാസനൻ കൈവിടാതെ എന്നെ നോക്കി. നിയമങ്ങൾ മറന്ന് ഞാൻ ആക്രമിക്കുന്നുവെന്ന് അയാൾ ഒരുപക്ഷെ ഭയന്നിരിക്കാം. സദസ്സും കൊട്ടാരം മുഴുവൻ കേൾക്കുമാർ ഞാൻ അലറി. ഈ കൂടിയവരെല്ലാം കേൾക്കാതെ ഞാനിപ്പോൾ ആണയിടുന്നു, ഇവനെ കൊന്നു മാറു പുലർന്ന് എന്നെങ്കിലും ഞാൻ ഇവൻ്റെ ചോര കുടിച്ചില്ലെങ്കിൽ ഞാൻ ഭീമസേനനല്ല. എനിക്ക് പിതാമഹർ നേടിയ ലോകപുണ്യവും വേണ്ട. ഒരു സദസ്യൻ പറഞ്ഞു. അടിമയാണോ എന്ന ചോദ്യത്തിന് ആരും ദ്രൗപദിക്ക് മറുപടി കൊടുത്തില്ല. മഹാജ്ഞാനിയായ വിതുരരും ഭീഷ്മരുമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. വിതുരരെ ആളുകൾ നോക്കി. വികർണൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. 2 വഴിക്ക് ഈ പ്രശ്നത്തെ കാണാം. പണ്ട് പ്രഹ്ലാദനും കശ്യപനും തമ്മിൽ തർക്കം നടന്നപ്പോൾ സദസ്സ് പുറത്തില്ല. അപശബ്ദങ്ങൾ ഉയർന്നു. ഭീഷ്മാചാര്യർ പറയട്ടെ. അതുവരെ നിശ്ചലനായിരുന്ന ഭീഷ്മാചാര്യർ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ മാത്രം ഇളകി. ദ്രൗപദി സ്വതന്ത്രയോ അടിമയോ എന്ന് പറയേണ്ടത് യുധിഷ്ഠിരനാണ്. ദുര്യോധനന് ഈ വാദപ്രതിവാദങ്ങൾ രസിക്കുന്നുവെന്ന് തോന്നി. കർണന് അക്ഷമയാണ്. അയാൾ എന്തൊക്കെയോ പിറുപിറുത്തിരുന്നു. അയാളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, ഭീമസേനനും അനുജന്മാരും ദ്രൗപദിയും യുധിഷ്ഠിരനും തങ്ങളുടെ മേൽ അധികാരമൊന്നുമില്ലെന്ന് പറയട്ടെ. എല്ലാവരെയും ഞാൻ സ്വതന്ത്രരാക്കാം. ഇദ്ദേഹം ഞങ്ങൾക്ക് ജ്യേഷ്ഠനാണ്, രാജാവാണ്, ഗുരുവാണ്. ഇദ്ദേഹം തോറ്റപ്പോൾ ഞങ്ങളും തോറ്റു. ഞങ്ങൾ അടിമകളാണെന്ന് പറഞ്ഞാൽ അടിമകൾ തന്നെ. പക്ഷേ പഴങ്കഥകളും ശാസ്ത്രപ്രവചനങ്ങളും എൻ്റെ സഹായത്തിനെത്താനില്ല. ചുരുട്ടിയ വലതുമുഷ്ടി നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ കൈകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഒരിക്കൽ ഈ വെറും കൈകൊണ്ട് കൗരവരെ മുഴുവൻ ഞാൻ ചതച്ചു കൊല്ലുന്നത് കാണാം. യുധിഷ്ഠിരൻ ഒരു വാക്ക് സമ്മതം തന്നാൽ മതി. ഇപ്പോൾ തന്നെ ഞാൻ അതിനൊരുക്കം. രംഗം വീണ്ടും നിശ്ചലമായി. കർണൻ അമർഷമൊതുക്കി ദ്രൗപദിയോട് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു, ദാസരുടെ സ്വത്തും പെണ്ണുങ്ങളും യജമാനനുള്ളതാണ്. യജമാനൻ്റെ വീട്ടിൽ ജോലി തുടങ്ങാം.
നല്ല ആണുങ്ങൾ അവിടെയുമുണ്ടല്ലോ, ദുഃഖിക്കാനില്ല. ദുര്യോധനൻ യുധിഷ്ഠിരനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദ്രൗപദി പണയപ്പെട്ടിട്ടില്ലെന്ന് താൻ പറയാമോ? എങ്കിൽ തർക്കം തീരും. ധർമ്മശാസ്ത്രം വേണ്ട, പഴങ്കഥകൾ തുടങ്ങേണ്ട. കാര്യം പറഞ്ഞാൽ മതി, ഉവ് അല്ലെങ്കിൽ ഇല്ല. എന്നിട്ട് അയാൾ ദ്രൗപദിയെ നോക്കി വസ്ത്രം നീക്കി നഗ്നമായ ഇടം തുട തട്ടിക്കൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിരൻ നിന്റെ ഭർത്താവല്ലെന്ന് നീ പറഞ്ഞാലും മതി. ദ്രൗപദി ദുശാസനന്റെ കൈ തട്ടിമാറ്റി ഓടി ധൃതരാഷ്ട്രന്റെ കാൽ കീഴിൽ ചെന്ന് വീണു. അവൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങളാരും കേട്ടില്ല. അതുവരെ നിശബ്ദനായിരുന്ന രാജാവ് സദസ്സിലുള്ള കാര്യം അപ്പോഴായിരിക്കണം പലരും ഓർമ്മിച്ചത്. ദുര്യോധനൻ രംഗം വാഴുന്ന ബഹളത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഞാൻ മറന്നുപോയിരുന്നു. അദ്ദേഹം സംസാരിച്ചു. എനിക്ക് ഈ പുത്രവധുവിനെ പോലെ പ്രിയപ്പെട്ടവളാണിവൾ. അവളുടെ പ്രാർത്ഥന അനുസരിച്ച് ഞാൻ വരം നൽകിയിരിക്കുന്നു. ഇവളെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ദ്രൗപദി പിന്നെയും അദ്ദേഹത്തോട് സംസാരിച്ചു. ഇവൾക്ക് വേണ്ടി പാണ്ഡവരും സ്വതന്ത്രരാണെന്ന് ഞാൻ പറയുന്നു. രാജ്യവും സ്വത്തുക്കളും ജയിച്ചവർ തന്നെ കയ്യിൽ വയ്ക്കുന്നു. ആളുകൾ പ്രതികരിച്ചില്ല. അത്ര അപ്രതീക്ഷിതമായിരുന്നു പ്രഖ്യാപനം. പിന്നെ ആശ്വാസം കൊണ്ട് സദസ്സ് മുഖരിതമായി. ദുര്യോധനനേക്കാൾ ക്ഷോഭവും നിരാശയും കർണനായിരുന്നു. അയാൾ ഉറക്കെ പറഞ്ഞു, പെണ്ണിൻ്റെ കരച്ചിലിൻ്റെ മറവിൽ പാണ്ഡവർ തൽക്കാലം രക്ഷപ്പെട്ടു. മഹാവീരന്മാർ. രാജനിയമപ്രകാരം ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. തളർന്ന് അടുത്തേക്ക് വന്ന യുധിഷ്ഠിരനോട് ഞാൻ പറഞ്ഞു, പ്രതിജ്ഞകൾ രണ്ടും പിന്നേക്ക് ബാക്കി വയ്ക്കുന്നില്ല. ഞാനിപ്പോൾ സ്വതന്ത്രനാണ്. ഒറ്റയ്ക്ക് മുഴുവൻ പേരെയും നേരിടാനെന്നുള്ള കരുത്ത് എനിക്കിപ്പോഴുണ്ടായിരുന്നു. മുഴുവൻ കഴിഞ്ഞില്ലെങ്കിലും 3 പേരുടെയെങ്കിലും കടം ഇപ്പോൾ വീട്ടണം. കർണൻ, ദുര്യോധനൻ, ദുശാസനൻ. യുധിഷ്ഠിരൻ മുന്നിൽ നിന്ന് ഒരു അർത്ഥവന്ദനം പോലെ കെഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു, അരുത്, ചെയ്യരുത്. മടക്കയാത്രയ്ക്ക് സാരഥികൾ തേരൊരുക്കി കഴിഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞിരുന്നു. അമ്മയുടെ സമീപം തല താഴ്ത്തിയിരിക്കുന്നു ദ്രൗപദി. അമ്മയ്ക്ക് പെട്ടെന്ന് വളരെയേറെ വാർദ്ധക്യം ബാധിച്ചു എന്ന് തോന്നി ക്ഷീണിതമായ മുഖം കണ്ടപ്പോൾ. അപ്പോൾ സാരഥികളിൽ ഒരാൾ പറഞ്ഞു, ഒരു ദൂതൻ വരുന്നുണ്ട്. കൊട്ടാരത്തിൽ നിന്ന് ഓടിയെടുക്കുന്നത് പ്രാതിഗാമിയാണെന്ന് കണ്ടു. അടുത്തെത്തിയ പ്രാതിഗാമി യുധിഷ്ഠിരനെ വന്ദിച്ചു പറഞ്ഞു, വീണ്ടും ഒരു വട്ടം ചൂതിന് തയ്യാറുണ്ടോ എന്ന് ക്ഷണിക്കുന്നു. ആര്? ധൃതരാഷ്ട്ര മഹാരാജാവ്. ഞാൻ അമ്മയെയാണ് നോക്കിയത്. അമ്മ ദീർഘമായി ഒന്ന് നിശ്വസിച്ച് കണ്ണുകളടച്ചു. ഞങ്ങൾ ജ്യേഷ്ഠനെ നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചൂതാട്ടക്കാരനിതാ വീണ്ടും പിടിവലി നടത്തുന്നു. നഷ്ടപ്പെട്ട മുതലുകളെല്ലാം തിരിച്ചെടുക്കാനുള്ള സന്ദർഭം. അർജുനൻ പറഞ്ഞു, അരുത്. യുധിഷ്ഠിരൻ സംശയിക്കുന്നു. പിന്നെയും പ്രാതിഗാമി താനൊരു ദൂതൻ മാത്രമാണെന്ന നിസ്സഹായതയിൽ നിന്നു. പണയം എന്താണ് ഇനി വേണ്ടത്? ശകുനിയൊന്നും പറഞ്ഞില്ലേ? ഞങ്ങളുടെ അറുത്തെടുത്ത തലകളോ? സഹദേവൻ ചോദിച്ചു. എന്നിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ പറയൂ എന്ന അപേക്ഷാഭാവത്തിൽ ദ്രൗപദിയെ നോക്കി. ദ്രൗപദി വിദൂരതയിൽ മിഴികൾ നട്ട് നിശ്ചലമിരുന്നു. തേര് വിടട്ടെ, അർജുനൻ പറഞ്ഞു. നിൽക്കൂ. യുധിഷ്ഠിരനാണ്. അപ്പോൾ നകുലൻ അദ്ദേഹത്തിനടുത്തേക്ക് വന്നു. നഷ്ടപ്പെട്ടതെല്ലാം പോകട്ടെ. ശകുനിയോട് കളിച്ച് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. യുധിഷ്ഠിരൻ ചോദ്യഭാവത്തിൽ നകുലനെ നോക്കി. എന്നിട്ട് തേരിൽ നിന്ന് താഴെ ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കുതിരകളെ അഴിക്കാൻ തുടങ്ങി സൂതന്മാർ. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലായി നടന്നു, വീണ്ടും കൊട്ടാരത്തിലേക്ക് തന്നെ. യുധിഷ്ഠിരൻ ജയിച്ചു കയറുകയാണെന്ന വാർത്ത വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. നകുലനും സഹദേവനും അപ്പപ്പോൾ ജയപരാജയങ്ങൾ അറിയിക്കാൻ മാറി മാറി ഓടിയെത്തിയിരുന്നു. ഞാൻ അതിഥി മന്ദിരത്തിൻ്റെ മുറിയിലെത്തിയ മുതൽക്ക് തന്നെ മദ്യപിക്കാൻ തുടങ്ങിയിരുന്നു. തോൽക്കുകയാണെന്ന വിവരം വന്നപ്പോഴും ഞാൻ നിസ്സംഗനായിരുന്നു. നകുലിന് പകരം ഒരിക്കൽ കൂടി സഹദേവൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, തല വെട്ടിക്കൊടുക്കാറായെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ തയ്യാർ. അയാൾ തളർന്നെൻ്റെ മുമ്പിലിരുന്നു. കിതയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചിടെ ഒന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു, അതായിരുന്നു ഭേദം. 12 വർഷം കാട്ടിൽ, പിന്നെ 1 വർഷം ആരും അറിയാതെ നാട്ടിൽ. കണ്ടുപിടിച്ചാൽ വീണ്ടും കാട്. 12 കൊല്ലം. നന്നായില്ലേ? ഞാൻ നിസ്സാരഭാവത്തിലിരുന്നു. സഹദേവൻ പറഞ്ഞു, ഒരപേക്ഷയുണ്ട് ജ്യേഷ്ഠനോട്.
എന്തെങ്കിലും കൗരവക്കൂട്ടത്തെ വധിക്കാൻ കിട്ടുമ്പോൾ ഒരാളെ എനിക്കായി ഒഴിവാക്കി വയ്ക്കണം, ആ നീചൻ ശകുനിയെ. ദുഃഖവും ക്രോധവും കൊണ്ട് വിറകൊള്ളുന്ന അനുജനെ ഇടം കൈകൊണ്ട് ചേർത്ത് പിടിച്ച് ഞാൻ ആശ്വസിപ്പിച്ചു. അവസരം വരും, വിഷമിക്കരുത്. കാട് അത്ര മോശമായ സ്ഥലമൊന്നുമല്ല ജീവിക്കാൻ. അവശേഷിച്ച മദ്യം കൂടി തീർത്ത് ഞാൻ എഴുന്നേറ്റു.